ഇന്നും സ്നഗ്ഗി വന്നിട്ടുണ്ട് അല്ലേ? സ്നഗ്ഗിയാ ആ തിന്നാനുള്ളത് കൊണ്ടുവരുന്ന ചെക്കനെ. ഓ സ്വിഗ്ഗി അല്ല സ്നഗ്ഗി തന്നെ. അപ്പൊ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അല്ലേ? ഈ മാസം ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം കണ്ടല്ല ചെക്കൻ വരുന്നത്. ആഹാ, എണ്ണൊക്കെ വെച്ചിട്ടുണ്ടാ? അത് സൂപ്പറായല്ലോ. ഇതെങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കാണോ ചെയ്യണത് അല്ലെങ്കിൽ രജിസ്റ്ററിൽ എഴുതി വെക്കാണോ ചെയ്യണത്? അല്ല, ഞാൻ എണ്ണം വെച്ചതൊന്നല്ല. നിനക്ക് പുറന്തീട്ട് തിന്നല് കൂടുതലാന്ന് നാട്ടുകാര് മൊത്തം പറയുന്നുണ്ട്. നാട്ടുകാര് വല്ലതും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നാട്ടുകാര് മുഴുവൻ പറഞ്ഞ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എനിക്ക് 36 വയസ്സായി. ഈ വയസ്സിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? ഇനി വെടി തീരാൻ അതേ കാലമില്ല എന്നുള്ളത്. കുറേ കാലം മുന്നേ വരെ ഞാനൊരു പീപ്പിൾ പ്ലീസിങ് പേഴ്സൺ ആയിരുന്നു. അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം അറിയില്ലല്ലേ? അതായത് മറ്റുള്ളവർ എന്നെ നല്ലത് പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ടെന്ന്. അതുമാത്രല്ല, ഇവരാരും നമ്മളെ കുറിച്ച് നല്ലത് പറയും ചെയ്യില്ലെന്നേ. നമ്മളിതേ ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളെ കുറ്റം പറയും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ബന്ധുക്കളെയും നാട്ടുകാരെ കയ്യിൽ നിന്ന് ഞാൻ മോശക്കാരിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് 2 കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിച്ചു. അപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസം, നല്ല സമാധാനമുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുകയും ചെയ്യാം. അതായത് രമണ, നമ്മൾ ഈ സ്കൂട്ടർ ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്, ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത്, ഞാൻ മുടി വെട്ടുന്നത്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണത്, ഞാൻ എല്ലാവരോടും ചിരിച്ച് വർത്താനം പറയണത്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ഇഷ്ടമല്ല എന്ന് പറയണത്. ഇതൊക്കെയാണ് സത്യത്തിൽ എൻ്റെ മേലുള്ള കുറ്റങ്ങൾ. അത് വേറെ വിഷയം. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ നാട്ടുകാരും മുഴുവനുണ്ടല്ലോ ഞാൻ മോശക്കാരി എന്ന് പറഞ്ഞപ്പോഴേ ഞാനത് സമ്മതിച്ചില്ല. അതായിരുന്നു എൻ്റെ പ്രശ്നം. ഇപ്പം ഞാനത് സമ്മതിച്ചു. അവർ പറഞ്ഞത് കറക്റ്റാണ്. അത് കാരണം ഇപ്പം എന്താ, എനിക്ക് നല്ല മനസ്സമാധാനം ഉണ്ട്. അവർ പറഞ്ഞത് എനിക്ക് ആദ്യം സമ്മതിച്ചു കൊടുത്താൽ മതിയായിരുന്നേ. ഞാനത് ചെയ്തില്ലല്ലോ. എനിക്ക് അങ്ങനെ